ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലാങ്കണ്ണി എന്ന് പറയുന്ന മീനെ വല വീശി പിടിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇവിടെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് പോയി വല എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട് തന്നെ വല കെട്ടിയതാണ്. അതിലെ ഒരു വല എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വീശാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ ദേ വരുന്നുണ്ട് ആൾ വീശാനായിട്ട്. പാലത്തിൻ്റെ മേളിൽ ഇപ്പോൾ ആദ്യത്തെ വല വീശാനായിട്ട് ഇരുന്നപ്പോൾ തന്നെ വല എടുക്കുന്ന കണ്ടുകൊണ്ട് തന്നെ പലരും പാലത്തിൻ്റെ മണ്ടയ്ക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വീശി കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വല്ലതും കിട്ടുവാണെങ്കിൽ കൂടുതൽ ആൾ കൂടുകയും പിന്നീട് നമുക്ക് ഒന്നോ രണ്ടോ വലയിൽ കൂടുതൽ വീശാൻ പറ്റത്തില്ല. കാര്യം ആൾ കൂടിക്കഴിഞ്ഞ് തന്നെ റോഡ് ബ്ലോക്കായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ വല ഇവിടെ വീശി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് മാറേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം വല്ലതും കിട്ടുമില്ല എന്നുള്ളത്. അങ്ങനെ രണ്ട് വല നമ്മൾ പാലത്തിൻ്റെ വേളയിൽ നിന്ന് വീശി. അപ്പോൾ രണ്ട് വലയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പാലത്തിൽ ആൾ കൂടുന്ന കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാറുവാണ്. ഇനിയിപ്പോൾ താഴോട്ട് പോയി അവിടെ ഒരു കലങ്ങുണ്ട്, അവിടോട്ട് പോയി രണ്ട് വലയും കൂടെ വീശി നോക്കാമെന്ന് കരുതിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വല്ലതും കിട്ടുവാണെങ്കിൽ കാണാം. ഞങ്ങളിവിടെ ഉള്ളവരല്ലേ, നോക്കട്ടെ. ചെറുക്കൻ്റെ മനസ്സിൽ പൂത്തിരി വീട് പൊട്ടിയടാ. ഓ കാക്കടെ ഇതിനകത്ത് കിടക്കുന്ന 3 എണ്ണം കിട്ടത്തുള്ളൂ. അത് തന്നെ, അതി 3 എണ്ണം കിട്ടത്തുള്ളൂ. ഇതിലാകുമ്പോ എല്ലാം ചെറിയ ചെറുതും കിട്ടും. നമ്മൾ വല വീശാൻ പോകുന്ന സ്ഥലം നമുക്ക് നല്ല പരിചയമില്ലെന്നുണ്ടെങ്കിൽ അവിടെ വീശുന്നതിന് മുമ്പ് മറ്റുള്ളവർ വീശുന്നതോ അല്ലെ അവിടെ സ്ഥിരമായിട്ട് വീശുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീശുക. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള അപകടം നിങ്ങൾക്ക് സംഭവിക്കാം. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ആ സുഹൃത്തിൻ്റെ വല എടുത്തൊന്ന് വീശി നോക്കിയതാണ്. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി എനിക്കറിയില്ല. ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് വല വീശുന്നത്. അപ്പോൾ വല വീശി കഴിഞ്ഞപ്പോൾ താഴെ നല്ല രീതിയിൽ കല്ലുണ്ടായിരുന്നു. ആ വല കയറി കല്ലിൽ ഉടക്കുകയും പിന്നെ ആ സുഹൃത്ത് തന്നെ വന്ന് വല എടുത്ത് തരികയാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാം അത് വളരെ ബുദ്ധിമുട്ടിയാണ് ആ വല എടുത്തത്. കാരണം ആഴക്കൂടലും ഉണ്ടായിരുന്ന, ഇറങ്ങുന്ന വശത്ത് കുറച്ച് ആഴമുള്ളെങ്കിലും അങ്ങോട്ട് ചെല്ലും തോറും കൂടുതൽ ആഴം ഉണ്ടായിരുന്നു. കല്ലിൻ്റെ മണ്ടയ്ക്കുന്നൊക്കെ വല വളരെ സാഹസികമായിട്ട് തന്നെയാണ് ആ സുഹൃത്ത് എടുത്തു തന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി വീശുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് നമുക്ക് കുറ്റിയോ കല്ലോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് തന്നെയല്ല, ഒറ്റയ്ക്ക് കഴിവതും പോകാതിരിക്കുക വല വീശാനൊക്കെ പരിചയമില്ലാത്ത സ്ഥലത്ത്. ഇങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആരും ഇല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഫിഷിങ്ങിനായിട്ട് നമ്മൾ പോകരുത് ഒരിക്കലും.
എന്നാൽ ഇതിനകത്ത് കല്ല് അങ്ങോട്ട് ഇറങ്ങി കിടപ്പുണ്ട്. ചില കല്ലുകളേ പെട്ടെന്ന് അതാ പറഞ്ഞു ഇടിച്ച് വലിച്ചു. ആ പിന്നെ വലിച്ചോളൂ. ഞാൻ ഉടക്കെടുത്ത് ഇട്ടുകൊടുത്താ അവർ വലിച്ചെടുത്തോളൂ. ഒരു കല്ലെല്ലാം കണ്ട് ചെറുതായിട്ട് നടക്കുക. ഒരു അങ്ങനെ ഉറങ്ങിയ പോയിക്കാണ്.